ഹലോ. അപ്പോൾ ഇന്ന് മാർക്കറ്റ് മോർണിംഗ് ഒരു ചെറിയൊരു മൂവ്മെൻറ്റ് വന്ന ശേഷം പിന്നെ ഫുള്ളായിട്ട് സൈഡ് വൈസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നിഫ്റ്റി ചാർട്ടാണ്. അപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ മാത്രമല്ല നിഫ്റ്റി ആയാലും ഫുള്ള് സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ സൈഡ് വൈസ് തന്നെയാണ് ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിഫ്റ്റി മാത്രമാണ് ചെറിയൊരു ഡൗണിലേക്ക് പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് മോർണിംഗ് മുതൽ ഇന്നലെ മുതൽ നോക്കുകയാണെങ്കിൽ ചെറിയ ഡൗൺ തന്നെയാണ്. പക്ഷേ മൊത്തത്തിൽ സൈഡ് വൈസ് തന്നെയാണ്. രാവിലെ ഒരു 80 പോയിൻ്റ് അല്ലെങ്കിൽ അത്ര ഒരു പോയിൻ്റ് മൂവ്മെൻറ്റ് ഡൗണിലേക്ക് തന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു കൺസൾട്ടേഷൻ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു 21,600 ടു 21,500 ആ റേഞ്ചിൽ കൺസൾട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മോർണിംഗ് ഞാൻ വിചാരിച്ചതാണ് ഇപ്പോൾ നമുക്ക് നിഫ്റ്റിയിൽ ഒരു എൻട്രി എടുക്കാവുന്ന 21,600 ഒരു പി സൈഡ് ഇവിടെ ഒരു ബ്രേക്ക് നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ പിന്നെ രണ്ടാമത് റീടെസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാനൊന്ന് എൻട്രി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻട്രി എടുത്തില്ല. പിന്നെ എനിക്ക് അവിടെ തോന്നി. പിന്നെ അതിനുശേഷം താഴെ ഈ ഒരു CPR-ൻ്റെ ഈ ലെവലും കണ്ടു. അതിനുശേഷം പിന്നെ ഒരു 100 പോയിൻറ്റിൻ്റെ അവിടെ ഒരു സപ്പോർട്ടായിട്ട് കണ്ടു. 2 സപ്പോർട്ട് ഞാൻ കണ്ടതുകൊണ്ട് കൺഫ്യൂഷനിൽ വേണ്ട, എന്നാൽ പിന്നെ ഇന്നത്തെ ട്രേഡ് ഒഴിവാക്കാം എന്നുള്ള ബേസിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുക്കായിരുന്നെങ്കിൽ കൂടെ ഞാൻ ഇവിടെ നിന്നൊരു പി ആയിരുന്നു എടുക്കുന്നുണ്ടാവുക. എടുത്താലും കൂടെ നമുക്ക് അപ്പോൾ രാവിലെ ഇവിടെ നിന്നൊരു എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 10 മണിക്ക് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ നമുക്ക് 1 മണി അതിൻ്റെ അടുത്തോളം നമുക്ക് വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെറിയ ടാർഗറ്റ് ആയിരിക്കും, നമ്മളെന്തായാലും വലിയ ടാർഗറ്റ് ആയിരിക്കും വെക്കുക. പക്ഷേ അവിടെ എത്താണ്ട് നമുക്ക് ചിലപ്പോൾ ഇപ്പോഴും വെയിറ്റ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും എക്സിറ്റ് ആയിട്ടുണ്ടാകും, അതായത് ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിൻ്റെ ഇതിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ വരുന്ന ടൈമിൽ ഞാനത് ചിലപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു ഈ റേഞ്ചിൽ, അതായത് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത രീതിയിൽ ചിലപ്പോൾ എക്സിറ്റ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചെറിയ ലോസിൽ എക്സിറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ പ്രോഫിറ്റിൽ എക്സിറ്റ്, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് വലിയൊരു മൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒന്നും കാണാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും എൻട്രി എടുക്കാതെ തന്നെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ മാർക്കറ്റ് നോക്കുന്ന ടൈമിൽ മാർക്കറ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ വെറുതെ ഇവിടെ കാണുമ്പോൾ അവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് എൻട്രി എടുക്കാതെ ഇരിക്കുക. മോർണിംഗ് അവിടെ നിന്ന് എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് ഏതുവരെ പോവും, അതിന് ശേഷം എവിടെ നിന്ന് റിയാക്ട് ചെയ്യും എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിൽ കണ്ടിട്ട് മാത്രം നമ്മൾ എൻട്രി എടുക്കാൻ നോക്കുക. വെറുതെ എൻട്രി എടുത്ത് ചുമ്മാ അതിൽ നമ്മൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇമോഷൻ മൊത്തം ഇട്ട് എല്ലാ ദിവസവും നമ്മുടെ ഇമോഷനെ ഡാമേജ് ആക്കാതിരിക്കുക, ടെൻഷൻ എടുക്കാതിരിക്കുക, ഫ്രീ ആയിട്ടിരിക്കുക എപ്പോഴും. അപ്പോൾ ഇന്ന് അതിൽ പറയാൻ വേണ്ടിയാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്നൊരു എൻട്രി ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും ഞാൻ എല്ലാ ബാങ്ക് നിഫ്റ്റിയൊക്കെ എനിക്ക് നോക്കിയപ്പോൾ രാവിലെ നോക്കിയപ്പോൾ എനിക്ക് കണ്ടത് മേലേക്ക് പോകുന്ന പോലെ തന്നെയാണ് കണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് അത് പോവും. നിഫ്റ്റി ആയാലും അങ്ങനെ തന്നെ കണ്ടത്. എനിക്ക് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് മേലേക്ക് പോകുന്ന പോലെയാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും കണ്ടത്. പക്ഷേ നിഫ്റ്റി മാത്രമാണ് എനിക്ക് ഡൗണിലേക്ക് പോകുന്ന പോലെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എന്നത് വേണ്ട, എന്നാൽ എൻട്രി വേണ്ട, നമുക്ക് എല്ലാം ഒരു ഈക്വലായിട്ട് നമുക്ക് എല്ലാം ഒരേ ഡയറക്ഷനിലേക്കുള്ള ഒരു ഇൻഡിക്കേഷൻ തരുമ്പോൾ മാത്രം എൻട്രി എടുക്കുക എന്നുള്ള ബേസിലാണ് ഞാൻ എപ്പോഴും എടുക്കാറ്. അപ്പോൾ ഇന്ന് അങ്ങനെ കണ്ടില്ല. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി അപ്പം നല്ല ചെറുതായിട്ടുള്ള സൈഡ് വൈസ് എന്തായാലും ഉണ്ടാവുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി മാർക്കറ്റ് ഡൗണിലേക്ക് പോവോ അതോ ഇവിടെ നിന്ന് നമുക്ക് സപ്പോർട്ട് കൊടുത്ത് പിന്നെയും ഹൈയിലേക്ക് പോവോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം. നാളെ മാർക്കറ്റ് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത് അതിനനുസരിച്ച് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി മാർക്കറ്റ് ഡൗൺ ആവുമെങ്കിൽ നമുക്ക് ഡൗണിലേക്ക് നോക്കാം. ഇനി എത്രത്തോളം ഡൗൺ ആവും എന്നുള്ളത് കണ്ടു തന്നെ അറിയാം. അപ്പോൾ ഏകദേശം ഒരു സപ്പോർട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചിലപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്കൊരു സപ്പോർട്ട് എടുത്ത് വീണ്ടും ഹൈയിലേക്ക് പോകാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. എന്തായാലും നാളത്തേക്ക് നമുക്ക് മാർക്കറ്റ് നോക്കി, അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് നോക്കി അതിനനുസരിച്ചുള്ള ട്രേഡ് എടുക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യാം.